മീനമാസത്തിലെ രേവതി, അതായത് എൻ്റെ പിറന്നാൾ. അപ്പോൾ പിറന്നാൾ ദിവസം രാവിലെ കുളിച്ച് സാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. എനിക്ക് മുല്ലപ്പൂ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അധികമൊന്നും ഉണ്ടായിട്ടില്ല, തലയിൽ ചൂടാൻ മാത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്ന് വേഗം പൊട്ടിച്ചിട്ട് ഞാൻ തലയിൽ വെച്ചു. അപ്പോൾ ഏട്ടനാണ് കൊണ്ടാക്കുന്നത് കേട്ടോ. അമ്പലത്തേക്ക് വെള്ളടിക്കുന്ന ശ്രീ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ തൊട്ടിട്ട് തന്നെയാണ് അമ്പലം, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കൊണ്ടാക്കാന്ന്. അപ്പോൾ അമ്പലത്തിൽ പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു, എന്നിട്ട് തൊഴുതു കേട്ടോ, നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. എൻ്റെ കല്യാണം ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടന്നത്. 12 വർഷങ്ങൾക്ക് മുന്നേ ആ നടയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ താലി കെട്ട് നടന്നത് ഗൈസ്. അതൊക്കെ ഒരു ഓർമ്മ. പിന്നെ പ്രസാദം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഞാനിങ്ങനെ അമ്പലത്തിൽ വരുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാറില്ല. ഇപ്പോഴാണ് ഞാൻ കൂടുതൽ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ തൊഴുതിട്ട് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഏട്ടൻ പെട്ടെന്ന് ഉണ്ണിമോളെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഈ ഒരു മിഠായി തന്നിട്ട്. എൻ്റെ ഏട്ടനാണ് കേട്ടോ, ബ്രദർ. ഹസ്ബൻഡ് നാട്ടിലില്ല, ഉണ്ടെങ്കിൽ കുറേ ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഓരോന്ന് റെഡിയാക്കാണ് കേട്ടോ. ഇടിച്ചക്കപ്പേരി, സാമ്പാർ, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ. അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാതായി ഉണ്ടായിരുന്നു, തലവേദന കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറേ പണി ഞാനും അമ്മയും കൂട്ടിയിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു. പിന്നെ വിളക്കത്ത് വിളമ്പാൻ വേണ്ടിയിട്ട് അമ്മ വിളക്കൊക്കെ റെഡിയാക്കുമായിരുന്നു കേട്ടോ. വിളക്കൊക്കെ ഞാൻ കഴുകി വെച്ചു. എന്നിട്ട് അമ്മ തിരിയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ബേബിക്കും വേദനയൊക്കെ വിശക്കൊണ്ട് പറഞ്ഞു. അപ്പം നേരത്തെ ഉണ്ടാകും ചോദിച്ചു, പിറന്നാളാണല്ലോ, അപ്പോൾ നേരത്തെ ഉണ്ടണല്ലോ. അപ്പോൾ വിളക്കത്ത് ഫസ്റ്റ് വിളമ്പിട്ടോ, എല്ലാം ഫസ്റ്റ് വിളക്കത്ത് വിളമ്പിയിട്ട് പിന്നെ ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. നല്ല ചോറും സാമ്പാർ, ഇടിച്ചക്കപ്പേരി, അവിയൽ, അച്ചാർ, ഇഞ്ചിത്തൈര്, പപ്പടം, പായസം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചില സമയത്ത് സദ്യ കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറും അവിയലൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ആദ്യം നമ്മുടെ കറക്റ്റ് പാകത്തിന് വിളമ്പിട്ടോ. പിന്നെ ഈ രണ്ടാമത് കഴിക്കാൻ പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അതെപ്പോഴും അമ്മ പറയും വേണം എന്ന്, അങ്ങനെ വിളമ്പണം എന്ന് കേട്ടോ. പിന്നെ പായസം കൂടി കുടിച്ചിട്ട് പിറന്നാൾ അവസാനിച്ചു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, അതൊന്ന് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ, പിറന്നാൾ. നമ്മുടെ മീനമാസത്തിലെ രേവതി. ഹായ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാൾ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്കൊന്നും കട്ടിയില്ല. ഇനി എൻ്റെ ഭർത്താവിന്റെ പിറന്നാളാണ് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ആ ടൈമിൽ വരികയാണെങ്കിൽ ഒരുമിച്ച് കട്ടിയാന്നുള്ളൊരു പ്ലാനാണ്. നോക്കാം. പായസം കുടിച്ചിട്ട് എൻ്റെ പിറന്നാൾ സമാപിച്ചു. സേമിയ പായസം കേട്ടോ. വേറെ കളർ വന്നല്ലോ, അത് മറ്റേ ഇത് മറ്റേ എന്താ എഫക്ട് മാറ്റുമ്പോൾ ഡ്രസ്സിന്റെ കളർ മാറാൻ പറയുന്നത് സഹോദര. അപ്പോ എന്റെ പിറന്നാളിന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, വിഷ് ചെയ്യാത്തവർക്കും നന്ദി. പിന്നെ എന്റെ എനിക്ക് മനസ്സിലായി എന്നെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. കുറെ പേർക്ക് ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് നമ്മുടെ ഈ കുട്ടിയെ വായിപ്പിക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോ കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ പോകുന്ന കുറേ പേരുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേണ്ടപ്പെട്ടവരായിരിക്കാം. ഞാൻ പേരിട്ട് പറയുമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഒരാളായിരിക്കാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം അവരായിട്ട് നമുക്ക് അവരായിട്ട് ഒരു ബന്ധം വേണ്ടല്ലോ. നമുക്ക് അത് നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. സ്നേഹിക്കുന്നവരോട് ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് മെസ്സേജ് അയക്കും. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ വലിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലെങ്കിലും യൂട്യൂബിൽ നമുക്ക് വലിയ സബ്സ്ക്രൈബർ ആട്ടോ, 17,500. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ടു വലുതാണ്, ലക്ഷങ്ങളൊന്നും ആയില്ലെങ്കിലും. പിന്നെ ഇവരുടെ കുട്ടികളുടെ വീഡിയോ ആണ് ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടാണ്. അപ്പോൾ ക്ലിക്കാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പോഴാണ് ക്ലിക്കായി വരുന്നത്, ഞാൻ വന്നോടുകൂടി. അപ്പോൾ എന്തായാലും മുട്ടുവിന് തൊട്ടപ്പെടുന്നല്ലേ, എന്തായാലും ഞങ്ങളും ഒന്ന് ഫേമസ് ആവും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ താങ്ക്സ്.